സുഹൃത്തുക്കളെ, മോട്ടിവേഷൻ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര തുക കൊടുത്തിട്ടും ആ പരിപാടിയുടെ ഒന്നാമത്തെ നിരയിൽ പോയിരിക്കാൻ താല്പര്യമുള്ള ഒരുപാട് മലയാളികൾ ഇവിടെ ഇങ്ങനെ നിലനിൽക്കുന്ന കാലം ഇത്തരം മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഒക്കെ നല്ല ഉണ്ടാവുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പല രീതിയിലാണ് ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുക. ഒരു പക്ഷേ നിങ്ങൾക്കറിയാത്ത ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ വളരെ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ടായിരിക്കും. ഞാൻ പറഞ്ഞു വന്നത്, അനിൽ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ മോട്ടിവേഷൻ വീഡിയോകള് കുറച്ചു കാലങ്ങൾക്ക് മുമ്പാണ്, അധികം വർഷമൊന്നും ആയിട്ടില്ല, 1-2 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഈ ഒരു കേൾക്കുന്ന സമയത്ത് തന്നെ വളരെയധികം അരോചകമായിരുന്നു. ഇയാള് എന്തൊക്കെയോ മുമ്പിലിരിക്കുന്ന ആൾക്കാരെ വൃത്തിയോട് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തായാലും കോഴിക്കോട് പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു. തൊട്ടു മുമ്പിൽ നിൽക്കുന്ന ബിസിനസ് മുഴുവൻ തെണ്ടികൾ 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 എന്നൊക്കെ കേട്ടാൽ അറയ്ക്കുന്ന രീതിയിൽ, ആ പറയുന്ന തെണ്ടികൾ എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ അത് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് അനിൽ ബാലചന്ദ്രൻ അത് ഗംഭീരമായിട്ട് അവതരിപ്പിക്കുന്നത്. ഇത്രയോ ചാട തെണ്ടി ായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ തെണ്ടുന്ന നാണമില്ലയോടെ നിനക്കൊക്കെ. ഒപ്പം പറയുന്നുണ്ട് അയാൾക്ക് എന്തോ പണത്തിനുള്ള ആർത്തിയ തോന്നുന്നു. ഒപ്പം തന്നെ ഞാൻ പക വെച്ച് നടക്കുന്ന ഒരാളാണ്, ഞാൻ ജാടുന്നതിന്റെ കാരണം എനിക്ക് മുമ്പ് തന്നെ പൈസ കിട്ടിയോണ്ടാണ് എന്ന രീതിയിലൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ വിഷയത്തെ 2 രീതിയിലാണ് സമീപിക്കുന്നത്. ഒന്ന്, കോഴിക്കോട്ടുകാർ ചെയ്ത ഒരു കാര്യത്തെ നമുക്ക് എന്തായാലും അവരെ അഭിനന്ദിക്കണം. കാരണം നമ്മളിങ്ങനെ സദസ്സിലിരിക്കുക, നമ്മൾ ഒരാൾ അവിടെ ഇങ്ങനെ സ്റ്റേജിൽ നിന്നുകൊണ്ട് ഇങ്ങനെ തെണ്ടികൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക, ആരും പ്രതികരിക്കാതിരിക്കുന്ന സമയത്ത് കോഴിക്കോട്ടത്തിലെ ഏതൊരു മനുഷ്യൻ കയറുന്നിട്ട് ആദ്യം പ്രതികരണം അറിയിക്കുന്നു. അതിനൊപ്പം തന്നെ എല്ലാവർക്കും അത് സഹിക്കുന്നില്ല എന്ന് തോന്നുന്നു, എല്ലാവരും കൂടിയിട്ട് അദ്ദേഹത്തെ എടുത്ത് പുറത്താക്കണം. ഒന്ന്, അനിൽ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ ഇരന്നു വാങ്ങിയ ഒരു സമ്മാനമാണ്. അത്രത്തോളം ആ സംഘാടകരെയും അവിടെ വന്നിരിക്കുന്ന ആളുകളെയും ഇദ്ദേഹം വെറുപ്പിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പക്ഷേ ഈ ഒരു എതിർപ്പ് കോഴിക്കോട്ട് നിന്ന് മാത്രമാണല്ലോ വന്നു പോയത്, അല്ലെങ്കിൽ ഈ കോഴിക്കോട് എത്തേണ്ടി വന്നല്ലോ ഇങ്ങനത്തെ ഒരു എതിർപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് എന്നാണ് എനിക്ക് തോന്നിപ്പോയത്. കാരണം അവർ ഈ ഒരു അനിൽ ബാലചന്ദ്രൻ എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ അയാളെ മുമ്പില് സാധാരണ കച്ചവടക്കാരില്ല, സാധാരണ കസ്റ്റമേഴ്സ് ഇല്ല. അദ്ദേഹത്തിനാകെ പ്രീമിയം കസ്റ്റമേഴ്സ് മാത്രമാണുള്ളത്. അതിനപ്പുറത്തേക്ക് ഒരു ചിന്തയും ഈ ഒരു മനുഷ്യന്റെ ജീവിതത്തിലോ അല്ലെങ്കിൽ അയാളുടെ വാക്കുകളിലോ നമ്മൾ കണ്ടിട്ടില്ല. ഇയാൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാധനങ്ങൾ വില കൂട്ടി വെക്കുക എന്നുള്ളതാണ്. എത്രത്തോളം വില കൂട്ടി വെക്കാൻ പറ്റുമോ അത്രത്തോളം വില കൂട്ടി വെക്കുക. ഇദ്ദേഹം ഇതുവരെ പറഞ്ഞിരുന്നത് കസ്റ്റമേഴ്സ്, അതായത് നമ്മളടക്കമുള്ള ആളുകൾ, സാധനം വാങ്ങിക്കാൻ പോകുന്ന നമ്മളടക്കമുള്ള ആളുകൾ തെണ്ടികൾ എന്നാണ്. നോക്കൂ, ഈ നമ്മളടക്കമുള്ള ആളുകളെ തെണ്ടികൾ എന്ന് വിളിക്കുന്ന സമയത്ത് ഈ ഒരു വ്യാപാരികൾ ആരും, ഒപ്പം തന്നെ ഈ ഒരു മുതലാളിമാരാരും, ഈ ഒരു ബിസിനസ്സുകാരും ഒരു വാക്ക് പോലും ഇദ്ദേഹത്തിനെതിരെ മിണ്ടിയിട്ടില്ല. കസ്റ്റമേഴ്സ് തെണ്ടികളാണ്, ഒപ്പം വർക്ക് ചെയ്യുന്ന ജോലിക്കാര് അവര് തെണ്ടികളാണ്. ഇങ്ങനെ എന്തൊക്കെ ആരൊക്കെ തെണ്ടികളാണെന്ന് ഇയാളെ മുമ്പിൽ തോന്നണോ അവരൊക്കെ തെണ്ടികളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വയ്ക്കുന്നത്, അതുവരെ ഈ മുതലാളിമാർ എന്ന് പറയുന്ന ആളുകൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇപ്പോ അവരെ മുമ്പിൽ ഇരുത്തിയിട്ട് അവര് തന്നെ തെണ്ടികളാന്ന് പറയുമ്പോഴോ അവർക്കത് കൊണ്ടു എന്നുള്ളതാണ്. ഇത്ര കാലം ഇത് കൊണ്ടത് മുതലാളിമാർക്കല്ല, ഈ ഒരു ബാലചന്ദ്രന്റെ വാക്കുകളെല്ലാം കൊണ്ടത് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്കാണ്. സാധാരണ ജനങ്ങളുടെ പണത്തിന് ഒട്ടും വിലയില്ലാത്തൊരു മനുഷ്യൻ, സാധാരണ ജനങ്ങൾ ചെലവഴിക്കുന്ന പണം പുല്ല് വില കാണിക്കുന്ന ഒരു മനുഷ്യൻ, സാധാരണ ജനങ്ങൾ, നമ്മളെ കസ്റ്റമേഴ്സ് ഒരു സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ ആ വരുന്ന ഒരു തെണ്ടിയാണ് എന്ന രീതിയിൽ കാണണം എന്നാണ് ഇദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഒപ്പം തന്നെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ മുഴുവൻ തെണ്ടികളാണ്. ഞാൻ ആ വാക്കിനി ഉപയോഗിക്കുന്നില്ല. ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ മോശക്കാരാണ്. അങ്ങനെ ഏറ്റവും മോശക്കാരാണ് നിങ്ങൾ മുമ്പിലേക്ക് വരുന്നത്. അവർക്ക് വളരെ വില കൂടിയ സാധനം വേണം കൊടുക്കാൻ, അവരത് വാങ്ങിച്ചു കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് അവർ പുല്ല് വില വെച്ച് അവരെ കാണിക്കാം എന്നതായിരുന്നു എനിക്ക് തോന്നിയ ഇദ്ദേഹത്തിന്റെ പഠനം. ഒപ്പം തന്നെ ഇദ്ദേഹം പറയുന്നതിൽ ഒരു 70% തള്ളിക്കളയേണ്ടതാണ്. ഒരുപക്ഷെ 30% നമുക്ക് ചിലപ്പോൾ വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ജീവിതത്തിൽ ഉപയോഗിക്കണോ ബിസിനസ്സിൽ ഉപയോഗിക്കണോ എന്ന് വെളിപ്പെടുത്തുമില്ല. എന്തൊക്കെയായാലും ഞാൻ കുറച്ചു കാലം മുമ്പേ ഇദ്ദേഹത്തിന്റെ വീഡിയോസുകളെല്ലാം കാണാൻ താല്പര്യമില്ല എന്നുള്ളത്, എപ്പോഴൊക്കെയാണ് എന്റെ വാളിലേക്ക് വന്നിട്ടുള്ളത് അപ്പോഴൊക്കെ സ്നൂസ് അടിച്ചിട്ടൊക്കെ ഞാൻ അത് ഒഴിവാക്കിയതുകൊണ്ട് എന്റെ മുമ്പിലേക്ക് വരാറില്ല. പക്ഷെ ഇപ്പോ പ്രിയ സുഹൃത്തുക്കളൊക്കെ ഇത് അയച്ചു തന്നു, ഇതാ ഇദ്ദേഹം പ്രശ്നമാക്കിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടപ്പോൾ എനിക്ക് സന്തോഷം എന്നുള്ള 2 കാര്യം. ഇത്ര കാലം ഒരു ബിസിനസ്സുകാർക്കും ഇദ്ദേഹം മോശക്കാരനായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഇത്ര കാലം അദ്ദേഹം കുറ്റം പറഞ്ഞത് കസ്റ്റമേഴ്സിനായിരുന്നു. പക്ഷെ ഇപ്പോ ഈ ബിസിനസ്സുകാർക്ക് മുഴുവൻ അദ്ദേഹം ഏറ്റവും മോശപ്പെട്ട ഒരു വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ അദ്ദേഹം കുറ്റം പറഞ്ഞത് ബിസിനസ്സുകാരെയാണ്. അപ്പോ സ്വന്തം നെഞ്ചത്തേക്ക് സംഗതി വന്നപ്പോൾ ഇവർക്കത് കൊണ്ടു. ഇത്ര കാലം കൊണ്ടു നിന്നത് നമ്മളടക്കമുള്ള കസ്റ്റമേഴ്സ് ആണെന്ന് ആരും മറന്നു കളയരുത്. ആ ഒരു ഇരട്ടത്താപ്പിനെ ഒപ്പം
നിൽക്കാൻ വയ്യ എന്നുള്ളതുകൊണ്ടാണ് കസ്റ്റമേഴ്സിനൊപ്പം നിന്നുകൊണ്ട് ഈ മുതലാളിമാരെന്ന് പറയുന്ന ഒപ്പം തന്നെ ഈ ബിസിനസ്സുകാര് ഇത്ര കാലം ഇദ്ദേഹത്തെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ മുതലാളിമാരുടെ മുമ്പിലേക്കൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാൻ പോരുന്ന നമ്മളൊക്കെ അവരെ കരുതിരുന്നത് ഇദ്ദേഹത്തിന്റെ വാക്കിലായി കടമെടുക്കുകയാണെങ്കിൽ തെണ്ടികൾ ആയിട്ടായിരുന്നു. അപ്പോ അത് നേരെ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ ഇവർക്ക് കൊണ്ടു. ഇത് മാത്രമേ എനിക്ക് പറയുള്ളൂ. അപ്പോ കാര്യങ്ങളൊക്കെ അങ്ങനെ ആവട്ടെ. ബൈ.